പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണല്ലോ ക്ഷമ എന്ന അനുഗ്രഹം, ക്ഷമ എന്ന ഫലം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരോട്, നമ്മളെ വേദനിപ്പിച്ചവരോട് പരിപൂർണമായിട്ടും ക്ഷമിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവ തിരുസന്നിധിയിൽ എത്തുകയുള്ളൂ. ഇന്ന് തിരുസഭയിലുള്ള അനേകം വ്യക്തികളുടെ പ്രാർത്ഥനകൾ ദൈവ തിരുസന്നിധിയിൽ എത്തുന്നില്ല. വാചാലമായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വലിയ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ 3 കുർബാനയുടെ 3 കുർബാനയിൽ പോയി സംബന്ധിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ അവരുടെ വിശുദ്ധ ബലികൾ, അവരുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവ തിരുസന്നിധിയിൽ എത്തുവാൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്ഷമയില്ലായ്മ ഒരു വലിയ തടസ്സമാണ്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, നീ ബലിയർപ്പിക്കുവാൻ ബലിവേദിയിലേക്ക് ചെല്ലുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം കാഴ്ചവസ്തു അവിടെ വെച്ച് ആ വ്യക്തിയുമായി രമ്യതപ്പെട്ടതിന് ശേഷം നീ ബലിയർപ്പിക്കുക. അപ്പോൾ നിന്റെ ബലി ദൈവം സ്വീകരിക്കും. എപ്പോഴാണ് ദൈവം ബലി സ്വീകരിക്കുന്നത്? തന്നെ വേദനിപ്പിച്ച, തന്നെ നിന്ദിച്ച, തന്നെ പരിഹസിച്ച, തന്നെ പീഡിപ്പിച്ച, തനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്ന, തൻ്റെ വഴി തടയുന്ന, തൻ്റെ കുടിവെള്ളം പോലും തടയുന്ന, ഒരു സഹായം ചോദിച്ചാൽ പോലും തരാതെ കൊണ്ട് മുഖം തിരിച്ചു നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിയോട് പരിപൂർണമായിട്ടും ക്ഷമിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. ഇത് മനുഷ്യൻ പറഞ്ഞ വചനമല്ല, ദൈവം പറഞ്ഞ വചനമാണ്. അതാണ് മത്തായി 5:23, നീ ബലിയർപ്പിക്കുവാൻ ബലിവേദിയിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യണം. എനിക്ക് ആരോടെല്ലാം ക്ഷമിക്കുവാനായിട്ടുണ്ട്? ആരോടെല്ലാം? ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികളോടാകാം, മറ്റൊരു പക്ഷേ എൻ്റെ അയൽപക്കത്തുള്ള വ്യക്തികളോടാകാം, മറ്റൊരു പക്ഷേ എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള വ്യക്തികളോടാകാം, അതല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോടാകാം. എല്ലാവർക്കും, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ഉദ്ദേശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തിരുസഭയിൽ മാമോദീസ സ്വീകരിച്ച സഭയിലെ ഒരു അംഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടും, മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. ആ ക്രിസ്തുവിൻ്റെ ശിഷ്യനെയും കൂടി ശിഷ്യനോടാണ് കർത്താവ് പറയുന്നത്, അപ്പോളെ ശിഷ്യ, നീ ബലിയർപ്പിക്കുവാൻ, നീ ബലിവേദിയിലേക്ക് ചെല്ലുമ്പോൾ, നീ കാഴ്ചയർപ്പിക്കുവാൻ ആ ബലിവേദിയിലേക്ക് നീ ചെല്ലുമ്പോൾ നിന്നോടാർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ കാഴ്ച വസ്തു അവിടെ വെച്ച് തിരികെ ചെന്ന് നിനക്ക് വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയ വ്യക്തിയോട് നീ അനുരഞ്ജനപ്പെട്ടതിന് ശേഷം നീ വന്ന് കാഴ്ച അർപ്പിച്ചാൽ മാത്രമേ നിന്റെ കാഴ്ചകളും നിന്റെ പ്രാർത്ഥനകളും നിന്റെ വിശുദ്ധ കുർബാനയും ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യമാവുകയുള്ളൂ എന്ന് കർത്താവ് ഈശോ മിശിഹ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ 12 ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ഈശോ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രംഗമാണിത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ സഭയിൽ അർപ്പിക്കപ്പെടുന്ന പുരോഹിതൻ തന്നെയല്ല അർപ്പിക്കുന്നത്, പുരോഹിതനും ജനങ്ങളും ഒരുമിച്ചാണ് ബലിയർപ്പിക്കുന്നത്. ആ ഒരുമിച്ച്
ദൈവപിതാവിന്, സ്വർഗപിതാവിന് ബലിയർപ്പിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഈ ബലിയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ ഇന്ന് പലപ്പോഴും അനേകം വ്യക്തികളോട് മനസ്സുകൊണ്ട് വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട്, വാശി വൈരാഗ്യവും വെച്ചുകൊണ്ട് ബലിയർപ്പിക്കാൻ പോകുന്നു. ബലിയർപ്പണം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കിറങ്ങുമ്പോൾ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും മനസ്സില്ലാത്ത വ്യക്തികളാണ് പോയി കുർബാന സ്വീകരിച്ചിട്ട് പോരുന്നത്. അവരുടെ ബലി ദൈവം സ്വീകരിക്കുമോ? സ്വീകരിക്കത്തില്ല. ഇതുകൊണ്ടാണ് ക്രിസ്ത്യാനി ഗുണം പിടിക്കാത്തതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. ഓരോ ദിവസവും അടിക്കടി കാര്യം സാമ്പത്തികമായിട്ടൊക്കെ കുറേ ഉന്നമനത്തിലേക്ക് ഉയർന്നുണ്ടാകും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമില്ലാതെ കൊണ്ട് ദുരാത്മാവിൻ്റെ ചൈതന്യത്തിലൊരു ക്രിസ്ത്യാനി ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണവും ഇതുതന്നെയല്ലേ എന്നൊന്ന് ആത്മപരിശോധന ചെയ്യുന്നതാണ്. എന്നെ വേദനിപ്പിച്ചവരോടാണ്, എന്നെ നിന്ദിച്ചവരോടാകാം, അതല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും വ്യക്തിയോട് എനിക്ക് ഇഷ്ടക്കേടുണ്ടോ, അയൽവാസിയാകാം, ബന്ധുക്കളാകാം, സ്നേഹിതരാകാം, അധികാരികളാകാം, ഉപകാരികളാകാം, ഏതൊക്കെ വ്യക്തികളോട് എനിക്ക് വെറുപ്പും വിദ്വേഷവും എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടോ ആ വ്യക്തികളോട് അനുരഞ്ജനപ്പെട്ടതിന് ശേഷം മാത്രമേ, ബലിയർപ്പിച്ചാൽ മാത്രമേ ആ ബലി ദൈവം സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മുടെ കർത്താവ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. നീ ബലിയർപ്പിക്കുവാൻ ബലിബീഠത്തിലേക്ക് ചെല്ലുമ്പോൾ നിന്നെ വേദനിപ്പിച്ച വ്യക്തിയോട്, നീ മുഖാന്തരം മുറിവേറ്റ വ്യക്തിയോട് അനുരഞ്ജനപ്പെടാതെ കൊണ്ട് ബലിയർപ്പിക്കുവാൻ ചെന്നു കഴിഞ്ഞാൽ ആ ബലി സ്വീകരിക്കുകയില്ല എന്നതിലൂടെ ചെയ്ത കർത്താവേ, എല്ലാവരോടും ക്ഷമിച്ച് അവരെ സ്നേഹിക്കുവാൻ സഭാമക്കളാകുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.